മുഖ്യമന്ത്രി വി ഡി സതീശൻ ഒറ്റയ്ക്കൊരു സർക്കാരായി നീങ്ങുന്നു, ബാക്കി മന്ത്രിമാർ വേറെ തന്നെ നിൽക്കുന്നു. ഈ സർക്കാരിനകത്ത് കൂട്ടുത്തരവാദിത്വം എന്നുള്ള സംഗതി അപ്രത്യക്ഷമായിരിക്കും എന്നുള്ളതല്ല, അത് ഫോം ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഈ സർക്കാർ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇതൊരു യൂണിറ്റി ഇല്ലാത്ത സർക്കാരാണ്. വി ഡി സതീശൻ ഒരു സർക്കാരായിട്ട് ഒരു വഴിക്ക് പോകുന്നു, ബാക്കിയുള്ളതിന്റെ പിന്നാലെയോ മറ്റു വഴിയിലോ എതിലെയൊക്കെ സഞ്ചരിക്കാൻ ശ്രമിക്കുകയാണ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ മാത്രം വിസിബിലിറ്റി ഉള്ളൂ. സച്ചിനുണ്ടോ? അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറയുന്നു, അദ്ദേഹത്തിന് മാത്രമാണ് എപ്പോഴും ശ്രദ്ധ. ബാക്കി എല്ലാ മന്ത്രിമാർക്കും ഇപ്പോഴും വിസിബിലിറ്റി എടുക്കാൻ ആരോഗ്യമന്ത്രിക്കുണ്ട്. ഉണ്ട്. അത് പലതരത്തിലാണ് ഓർക്കണം. എല്ലാ മന്ത്രിമാർക്കും ദൃശ്യത എടുക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അപ്പോൾ അത് കാണേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, സമ്പൂർണമായ പരസ്പര അവിശ്വാസം ഈ ക്യാബിനറ്റിനകത്ത് തളം കെട്ടി നിൽക്കുകയാണ്. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ആശയക്കുഴപ്പം, അല്ലെങ്കിൽ ഈ പറഞ്ഞ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് പല ഉത്തരങ്ങൾ എങ്ങനെ വരുന്നു. എം ലിജു ആണ് അതിന്റെ മന്ത്രി. അദ്ദേഹത്തിന് ആ കാര്യത്തെക്കുറിച്ച് വ്യക്തതയുള്ള മറുപടി നൽകാൻ കഴിയുന്നില്ല. കെ സി വേണുഗോപാൽ ചോദിക്കുമ്പോൾ അദ്ദേഹം വേറെ ഒരു കാര്യം പറയുന്നു. മറ്റു മന്ത്രിമാരോട് ചോദിക്കുമ്പോൾ, കെ പി സി നേതാക്കളോട് ചോദിക്കുമ്പോൾ, വി എം സുധീരനോട് ചോദിക്കുമ്പോൾ അവർ പല കാര്യങ്ങൾ പറയുന്നു. എന്ന് വെച്ചാൽ ഇവർക്കിടയിൽ ഏകോപനമില്ല എന്ന് മാത്രമല്ല, അവിശ്വാസവുമുണ്ട്. മറ്റെല്ലാ മന്ത്രിമാരോടും കൺസൾട്ട് ചെയ്തിട്ടല്ല മുഖ്യമന്ത്രി വി ഡി സതീശൻ എല്ലാ കാര്യവും തീരുമാനിക്കുന്നത് എന്ന് സുവ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ നമുക്ക് പി എം സിയുടെ കാര്യം എടുക്കുക. പി എം സിയുടെ കാര്യത്തിൽ പോലും പൂർണ്ണമായിട്ടുള്ള ഒരു ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് സംശയമാണ്. നമ്മളെ തുടക്കം മുതലുള്ള ചില ഉദാഹരണങ്ങൾ കണ്ടു നോക്ക്. ബി അശോക് എന്ന് പറയുന്ന മനുഷ്യൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ പ്രമാണിയായ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പോയി ഗവർണറുടെ ഓഫീസിലെ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്, സർക്കാരിനോട് ചോദിക്കാതെ. മന്ത്രി റോജി എം ജോണിന് അതിനെക്കുറിച്ച് വല്ല അറിയാവും? അറിഞ്ഞിട്ടില്ല. സ്വർണ്ണ കൊള്ളക്കാരുടെ വക്കീൽ ഇവിടുത്തെ സർക്കാരിന്റെ പ്ലീഡറായിട്ട് വരികയാണ്. ദേവസ്വം മന്ത്രിക്ക് വല്ല അറിയാവോ? അറിയത്തില്ല. ഇതൊക്കെ ആരാ തീരുമാനിക്കുന്നുള്ള ബേസിക് ക്വസ്റ്റ്യൻ ഇവിടെ ഇല്ലേ? ഇപ്പൊ നോക്ക്, ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനത്തെ കാര്യം എടുക്കുക. ഈ മന്ത്രി എം ലിജു അദ്ദേഹത്തിന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട സംഗതി അറിഞ്ഞിട്ടില്ല. ഇതെന്താ ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? അത് വിശദീകരിക്കാൻ ഈ സർക്കാരിന് ബാധ്യതയുണ്ടെന്നാണ് ഞാൻ പറയുക. എങ്ങനെയാണോ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായത്, ആ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി നടത്തിയിട്ടുള്ള പ്രയത്നങ്ങളും കലാപരിപാടികളും എന്തൊക്കെയായിരുന്നോ അതിന്റെ ബാഗേജും പേറിക്കൊണ്ടാണ് മുഴുവൻ മന്ത്രിമാർ നിൽക്കുന്നത്. സോ ഇനി കൂട്ടുത്തരവാദിത്തമുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തേണ്ട സന്ദർഭമാണിത്. ഇപ്പോൾ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന് കടുത്ത അതൃപ്തി ഉണ്ടെന്ന് കേൾക്കുന്നു. അവരെന്തോ കമ്മിറ്റി കൂടാൻ പോകുന്നു, ആ കൺസേൺ അറിയിക്കാൻ പോകുന്നതാണ്. ആ കൺസേൺ അറിയിച്ച ശേഷം പി എം ശ്രീക്ക് അന്ന് വേറെ വല്ല സ്റ്റെപ്പ് എടുക്കേണ്ടി വന്നാൽ വി ഡി സതീശനെ സംബന്ധിച്ച് അത് പരമമായ നാണക്കേടായിരിക്കും. കാരണം എന്താണ്? മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ സമ്മതം വേണ്ടി വന്നു പിന്നോട്ട് പോകാൻ എന്ന് വന്നാൽ വി ഡി സതീശന്റെ കരിയറിലെ ഏറ്റവും നാണംകെട്ട അധ്യായമായിരിക്കും അത്. സോ അതുകൊണ്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ, സംഗതികളൊക്കെ ബോറായി തുടങ്ങിയിട്ടുണ്ട് എന്ന് കോൺഗ്രസിന്റെ അണികളും അതിന്റെ ആൾക്കാരും മനസ്സിലാക്കിക്കോട്ടെ. ഇത് ആരോട് പറയാൻ ചോദിച്ചാൽ ഒരു പാർട്ടി എന്ന് പറഞ്ഞ നേരത്തെ ഉള്ള ഇന്ദിരാഭവൻ ഇസ് ക്ലോസ്ഡ്, ലിറ്ററലി അല്ലെങ്കിൽ കൂടി അവിടെ ആരുമില്ല, ഒരു പാർട്ടിയില്ല. പറഞ്ഞ നയം പറയുന്ന പാർട്ടിയാണല്ലോ, അതുമില്ല. അപ്പൊ സത്യത്തിൽ 102 MLA മാരുടെ പിന്തുണ ഉണ്ടെന്ന് ഒഴിച്ചു നിർത്തിയാൽ ജനങ്ങൾ കൊടുത്ത ആ പിന്തുണയ്ക്കൊപ്പിച്ചുള്ള ഒരു സ്റ്റെബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടില്ല.